ഹോട്ടൽ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിലെ ഈ പാത്രം കഴുകുക, അല്ലെങ്കിൽ എല്ലാ കറികൾ വെക്കുക, ചോറ് വെക്കുക, ഇങ്ങനെ ഒരു ചിന്താഗതിയിലുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ എങ്ങനെ പറയാം, ചില ആൾക്കാർ ഇപ്പോഴും നമ്മളെ കളിയാക്കാറുണ്ട്, പക്ഷേ എങ്കിലും നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. ഇപ്പോഴും ഞാൻ സ്കൂളുകളിൽ ഒരുപാട് പിള്ളേർ, ഒരുപാട് സ്റ്റുഡൻസ് കേരളത്തിന് പുറത്തും പൈസയുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ കാരണം ഈ ഒരു മേഖല പഠിക്കാൻ പറ്റാതെ വേറെ ജോലികൾ എന്ന് വെച്ചാൽ നാട്ടിലെ ചെറിയ ചെറിയ ജോലികളിലേക്ക്, കടകളിലേക്ക്, സെയിൽസ്മാൻ എന്ന രീതിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് വന്നു. ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയാനായിട്ട് എന്തെങ്കിലും മനസ്സിൽ നമ്മളുടെ കോളേജിൽ വന്ന് പഠിച്ചിട്ട് പോയ കുട്ടികൾ തന്നെ, അവർ തന്നെ നമ്മുടെ വലിയൊരു മാർക്കറ്റിംഗ് ആണ്. ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് പോലെ അതിനപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ തന്നെ റെഫർ ചെയ്ത് തരുന്ന കുട്ടികളുണ്ട്. ഇവരുടെ പേരൻസ് തന്നെ നമുക്ക് റെഫർ ചെയ്ത് തരാറുണ്ട്. ഗേൾസിന് ഏറ്റവും കൂടുതൽ സേഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ലോകത്തെ ഏക ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവർ തന്നെ റെഫർ ചെയ്ത് തരുന്ന കുട്ടികളുണ്ട്. ഇവരുടെ പേരൻസ് തന്നെ നമുക്ക് റെഫർ ചെയ്ത് തരാറുണ്ട്. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ട് ആണ് ഇതിലേക്ക് വരുന്നത്. ഇതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു ഹ്യൂമാനിറ്റി ഉണ്ടാവുക എന്നതാണ് ഇതിനകത്തെ മുഖ്യം. കാരണം ഒരാളോട് എങ്ങനെ സംസാരിക്കണം, ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങി എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. കുട്ടികൾ ഇൻറ്റേൺഷിപ്പ് ഈ നിമിഷം നമ്മൾ സംസാരിക്കുമ്പോൾ പോലും പിള്ളേർ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. പല കുട്ടികൾ 6 മന്ത് കൂടുമ്പോൾ 1 മന്ത് ലീവിന് വന്നിട്ട് പിന്നീട് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതിലൂടെ ഉണ്ടാകുന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് വെച്ച് കുട്ടികൾ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് കുറയും. കാരണം ഈ മേഖല എന്താണെന്ന് ഇവരെ ആദ്യമേ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹം അവരുള്ളിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ IV ഞങ്ങൾ ടോട്ടലി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അടൂരിൽ പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ MD സവാദാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. എങ്ങനെ പോകുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനങ്ങളൊക്കെ? നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിപ്പോ എത്ര വർഷമായി തുടങ്ങിയിട്ട്? നമ്മൾ ഒരു 6 years ആവുന്നു. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവി തുറന്നു നൽകിയ ഒരു സ്ഥാപനം എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്. അപ്പോ എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനങ്ങൾ? ഇപ്പൊ എത്ര വർഷമായി? നമ്മുടെ എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന കോളേജ് ആക്ച്വലി ഞങ്ങളുടെ കോളേജിൻ്റെ പേര് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2019 ആ സമയത്ത് തന്നെ നമ്മുടെ കോളേജിൻ്റെ പേര് എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നായിരുന്നു. പിന്നീട് ഞങ്ങളത് കുറച്ച് കോഴ്സുകളും കൂടെ ഈ ഹോസ്പിറ്റാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 കോഴ്സും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്നുള്ള പേരിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ ഈ കോളേജ് ലൊക്കേറ്റ് ചെയ്യുന്നത് അടൂരിലാണ്. അടൂർ എന്ന് പറയുന്നത് നമുക്ക് കേട്ടാൽ അറിയാം, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഈ കോളേജ് വരുന്നത്. അതിൻ്റെ ഈ കോളേജ് അവിടെ തന്നെ ചെയ്യണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെട്ടതെന്ന് വെച്ചാൽ കുറച്ച് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ഹബ്ബായിട്ട് വരുന്ന സ്ഥലമാണ് ഈ അടൂർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ട്രിവാൻഡ്രം, കോട്ടയം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കിയുടെ ഇടുക്കി മീൻസ് കോട്ടയത്തിൻ്റെ അടുത്തായിട്ട് ഇടുക്കി വരും. അപ്പം ഇങ്ങനെയുള്ള ഈ പറയുന്ന ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അടൂർ. ഇത് മാത്രമല്ല, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്, ചെങ്കോട്ട, തെങ്കാശി, ഇങ്ങനെയുള്ള സ്ഥലം 80 കിലോമീറ്ററേ ഉള്ള അടൂരിൽ നിന്ന്. അപ്പോൾ നമുക്ക് തെങ്കാശിയിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടി ആക്സസ് ആവാൻ പറ്റുന്ന ഒരു മേഖലയായിട്ടാണ് ഞങ്ങൾ അടൂർ ചൂസ് ചെയ്തത്. ഇത് മാത്രമല്ല, ഈ അടൂരിൻ്റെ ഏരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പത്തനംതിട്ടക്കാരായിരിക്കാം. പത്തനംതിട്ട അല്ലെ കോട്ടയം ഡിസ്ട്രിക്റ്റുകാരാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ പത്തനംതിട്ടയും കോട്ടയംകാരാണ്. അപ്പോൾ അവിടെ നിന്നും നമുക്ക് കൂടുതൽ കാൻഡിഡേറ്റ്സ് അവർക്ക് ഈസി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങൾ അടൂരിനെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 150 അല്ലെങ്കിൽ ഒരു 100 അത്രയൊക്കെ എന്തായാലും കാണും. അങ്ങനെ തന്നെയല്ലേ കാര്യം? അതെ, ഉറപ്പായിട്ടും. അപ്പോൾ അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഒരു പ്രോസസ്സിംഗ് ഒന്നൊന്ന് പറയാമോ? നമ്മൾ ആക്ച്വലി ഇതൊരു ഹോട്ടൽ മാനേജ്മെന്റ് കോളേജിനപ്പുറം
ഒരു സൊസൈറ്റിയിൽ ഇപ്പം നമ്മൾ ഏതൊരു കോഴ്സ് പഠിച്ചാലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു MBBS മെഡിസിൻ പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പല മേഖലകൾ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഈ ആളുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാൻഡിഡേറ്റ്സ് സ്റ്റുഡൻസ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പേരൻസും അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു വ്യക്തിത്വം, ഒരു പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത്. അല്ല ഒരു കോഴ്സിലേക്ക് വന്നു അവന് ലക്ഷക്കണക്കിന് രൂപ സാലറി മേടിച്ചു കൊടുത്തുകൊണ്ട്, അല്ലെ അത്തരത്തിലല്ലാതെ അവരുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. വ്യക്തിപരമായിട്ട് എങ്ങനെ നിൽക്കണം, നടക്കണം, ഒരാളോട് സംസാരിക്കണം. ഇപ്പോൾ നമ്മൾ പല വാർത്തയിലും കാണും, വലിയ കോഴ്സുകൾ പഠിച്ചിട്ട് ഫോർ എക്സാമ്പിൾ MBBS പഠിച്ച ഡോക്ടേഴ്സ് ആണെങ്കിലും പേഷ്യൻറ്റിനോട് ബിഹേവ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് പഠിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ് മേടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ അതിന് മുന്നേ തന്നെ പഠിക്കാൻ കഴിവുള്ളവരായിരിക്കാം, ഇല്ലാത്തവരായിരിക്കാം. പക്ഷെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കാം. അത് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് മോശപ്പെട്ട് വന്ന പിള്ളേരായിരിക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും ഹോസ്പിറ്റാലിറ്റി രംഗത്തേക്ക്, അതായത് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ വരുന്നതിൽ എപ്പോഴും വരുന്നത് അണ്ടർ പ്രിവിലേജ് കാറ്റഗറിപ്പെട്ട കാൻഡിഡേറ്റ് ആയിരിക്കും, സ്റ്റുഡൻസ് ആയിരിക്കും. കാരണം പഠിക്കാൻ അത്രയും സ്മാർട്ട് ആയിരിക്കില്ല. പക്ഷേ പഠിക്കാൻ സ്മാർട്ടുള്ളവരും വരുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എങ്കിലും ഒരു 70% പഠിക്കുവാൻ അത്ര വലിയ മികവുള്ള കുട്ടികളായിരിക്കില്ല. അവരെപ്പോഴും പ്രാക്ടിക്കലി ഓറിയൻറ്റഡ് മാത്രം നോക്കുന്ന ആളുകളായിരിക്കും. പെട്ടെന്നൊരു ജോലി കിട്ടണം, അല്ലെ ഫാമിലി സെറ്റിൽ ചെയ്യണം എന്നൊരാഗ്രഹത്തിൽ വരുന്നവരായിരിക്കാം. അപ്പോൾ അവർ വരുന്നത് അവർ വലിയൊരു ഫ്യൂച്ചർ സെറ്റിൽ ചെയ്യണമെന്നായിരിക്കില്ല. പക്ഷെ അവർക്ക് അവരുടെ ഫാമിലി സെറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു ലൈഫ് ഓക്കെ ആക്കുക. അങ്ങനെ വരുന്ന ആളുകളാണ് ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തെ ഏത് വലിയ പ്രോപ്പർട്ടിയിലും 5 സ്റ്റാർ പ്രോപ്പർട്ടീസിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ് VVIPs ആയിട്ടുള്ള ആളുകളെ ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ VVIPs എന്ന് പറഞ്ഞു തന്നാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഡിസ്ട്രിക്റ്റിൽ ഒരു കളക്ടർ ഉണ്ടെങ്കിൽ പോലും പുള്ളിക്ക് അവിടേക്ക് ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആവട്ടെ, കിങ് ആവട്ടെ, ആരെങ്കിലും വന്ന പ്രോട്ടോകോൾ അനുസരിച്ച് പുള്ളിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ, ഇപ്പം കൊച്ചിയിലാകുമ്പോൾ നമുക്ക് മാരിയറ്റ് പറയാം, ക്രൗൺ പ്ലാസ പറയാം, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പ്രോട്ടോക്കോളുകൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും VVIPസിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ. അപ്പോൾ VVIPs എന്ന് പറയുന്ന ആളുകൾ, വെരി വെരി ഇമ്പോർട്ടൻസ് പേഴ്സൺസ് എന്ന് പറയുന്നത് സാധാരണക്കാരും വരാറുണ്ട്. എങ്കിൽ പോലും സെലിബ്രിറ്റീസുകൾ, പ്ലെയേഴ്സ്, വലിയ ഫുട്ബോൾ താരങ്ങൾ, ഓരോരുത്തർ കാണാൻ ആഗ്രഹിക്കുന്ന പല ആളുകളെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു വലിയ ഇടമാണ് ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പോ സാധാരണ രീതിയിൽ ഒരു +2 ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിച്ച് അതിനുശേഷം നല്ലൊരു ജോലി, അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കുട്ടികളാണ് ഇപ്പൊ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഈ ഒരു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് നമ്മളിങ്ങനെ വിഭാവനം ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന ആ ഒരു ചിന്ത താങ്കളുടെ മനസ്സിലേക്ക് വന്നത് എങ്ങനെയാണ്? അതിലൊരു പ്രചോദനം എന്തായിരുന്നു? ഇത് നടത്താൻ വേണ്ടിയിട്ടുള്ളതാണോ? മീൻസ് ആക്ച്വലി ഞാൻ ഇതിൽ ബാച്ചിലേഴ്സ് എടുത്ത ആളാണ്. ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോളേജിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച ആളാണ്. അത് 2013 പാസ് ഔട്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം 7 lakh 8 lakh റുപ്പീസ് ആയിട്ടുണ്ട് അന്ന് തന്നെ. അപ്പം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവാൻ പറ്റുന്ന കാര്യം, ഇന്ന് അതിൻ്റെ ഇരട്ടിയായിരിക്കാം ഫീസുകൾ വാങ്ങിക്കുന്നത്. അങ്ങനെ പല കോളേജുകളും അത്തരത്തിലായിരിക്കും വാങ്ങിക്കുന്നത്. ഇപ്പം ഞാനിത് ചെയ്യാനുള്ള താല്പര്യം എന്ന് വെച്ചാൽ, നമ്മൾ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരു ജോലി കിട്ടുക എന്നതിനപ്പുറം നമ്മൾ വേറെ വലിയ സംഭവങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ച് പോയതല്ല. അപ്പോൾ ഇത് പഠിക്കാൻ പോയ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പഠിക്കുകയും പിന്നീട് ദുബായിലേക്ക് ജോലിക്ക് പോവുകയും അവിടെ നിന്നുകൊണ്ട് തന്നെ കറസ്പോണ്ടൻ്റായിട്ട് തന്നെ ഈ മേഖലയിൽ തന്നെ MBA ചെയ്യുകയും ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു വെച്ചാൽ, ഒരുപാട് പിള്ളേർ, ഒരുപാട് സ്റ്റുഡൻസ് കേരളത്തിലും കേരളത്തിന് പുറത്തും പൈസയുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ കാരണം ഈ ഒരു മേഖല പഠിക്കാൻ പറ്റാതെ വേറെ ജോലികൾ എന്ന് വെച്ചാൽ നാട്ടിലെ ചെറിയ ചെറിയ ജോലികളിലേക്ക്, കടകളിലേക്ക്, സെയിൽസ്മാൻ എന്ന രീതിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് വന്നു. എന്ന് വെച്ചാൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ട് ആണ് ഇതിലേക്ക് വരുന്നത്. ആദ്യം തന്നെ ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ടീച്ചിങ് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസും കൂടി ഉണ്ട് നമുക്ക്. മാത്രമല്ല, എനിക്ക് ഈ മാർക്കറ്റിങ്ങിനോടും കൂടെ കുറച്ച് താല്പര്യമുള്ള ഒരാളാണ്. പിന്നെ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ കരിയർ കോച്ചാണ്.
ഇപ്പോൾ സ്റ്റുഡൻസിനോട് അപ്പോൾ നമ്മൾ എപ്പോഴും ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പഴയതുപോലെ കുട്ടികളെ നമുക്ക് ചീറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം. കാരണം അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഈ മേഖലയിലെ ഓപ്പർച്യൂണിറ്റീസ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലയാണെങ്കിൽ പോലും ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കണമെങ്കിൽ അവിടെ എങ്ങനെ ഉണ്ടെന്ന് ഈ പിള്ളേർ ചിലർ സത്യം പറഞ്ഞാൽ CIDസിനെ വെച്ച് ചെക്ക് ചെയ്യുന്നത് പോലെ ആ സ്ഥാപനത്തെക്കുറിച്ച് ചെക്ക് ചെയ്ത് അത്രയും പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു സ്ഥാപനത്തിൽ ഒരു കോളേജ് ചൂസ് ചെയ്യാറുള്ളൂ. തീർച്ചയായിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഒരു വലിയ പ്രത്യേകത ഒരു 100 അല്ലെങ്കിൽ ഒരു 150-ലധികം കുട്ടികൾക്ക് പ്ലേസ്മെന്റിനോട് കൂടിയിട്ട് അവരുടെ ഭാവി തീർപ്പാക്കുന്ന ഒരു രീതി. അപ്പോൾ അത് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അപേക്ഷിച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും അധികം കുട്ടികൾക്ക് ആ ഒരു പ്ലേസ്മെന്റ് ഓഫർ ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ അതിലേക്ക് ആ കുട്ടികളെ ആകർഷിക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആക്ച്വലി ഞങ്ങൾ വലിയ പരസ്യം കൊടുത്ത് കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്നവരല്ല. ഇപ്പം നിങ്ങളാണെങ്കിൽ പോലും നമ്മളുമായിട്ട് അറിഞ്ഞതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു കോളേജിനെ കുറിച്ച് പോലും അറിയപ്പെടുന്നത്. അല്ലാതെ നമ്മളെല്ലാവരിലേക്കും അങ്ങ് വലിയ പരസ്യം പോകുന്നതല്ല. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ കോളേജിൽ പഠിച്ച് പ്ലേസ് ആയിട്ടുള്ള കുട്ടികളും അവരുടെ പേരൻസും വഴിയാണ് നമുക്ക് പുതിയ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100% പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ വളരെ ഈസിയാണ്. പക്ഷെ പുറത്ത് രാജ്യത്ത് ഒരു പ്ലേസ് ചെയ്യുക എന്ന് വെച്ചാൽ വലിയ പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ആ പ്രോപ്പർട്ടിയെ നമ്മൾ ആദ്യം HR മീറ്റ് ചെയ്യുക, അവരുമായിട്ടൊരു MOU സൈൻ ചെയ്യുക, അവർക്ക് നമ്മളെ വിശ്വാസം വരണം. നമ്മൾ കൊടുക്കുന്ന കുട്ടികൾ ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ അത്രയും മിടുക്കരാണെന്ന് അത് നമ്മളിലൂടെ ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർക്ക് നമുക്കൊരു MOU പോലും സൈൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതെന്ന് വെച്ചാൽ വളരെ കഷ്ടത അനുഭവിച്ച നാളുകളുണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് വെച്ചാൽ ദുബൈയിലും ബഹ്റൈനിലും ഈ പറയുന്ന ഒമാൻ ഇങ്ങനെയുള്ള ഗൾഫ് കൺട്രീസിൽ പോയിട്ട് നമ്മളിങ്ങനെ ഓരോ പ്രോപ്പർട്ടികൾ കയറി ഇറങ്ങി കൺവീൻസ് ചെയ്താണ് ഓരോരുത്തർ നമുക്ക് എന്നാൽ നിങ്ങളുടെ ഒരു കുട്ടിയെ എടുക്കാം 2 കുട്ടിയെ എടുക്കാം എന്നുള്ള രീതിയിൽ അവർ നമ്മളുമായിട്ട് ഓക്കെ ആയത്. ആ ഒരു കുട്ടിയെ കൊടുത്തതിന് ശേഷമാണ് പിന്നീട് അവർ അടുത്ത ക്യാൻഡിഡേറ്റിനെ ചോദിച്ചുകൊണ്ട് നമ്മളങ്ങനെ ബാക്കി സ്റ്റുഡൻസിനെ എല്ലാം പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോ ഇപ്പോഴത്തെ കാലത്ത് അതായത് സിലബസ് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അതെ അപ്പോൾ ഇന്റർനാഷണൽ ലെവലിലേക്കാണ് നമ്മുടെ ഇവിടെ അടൂരിലെ കുട്ടികൾ പഠിച്ചിറങ്ങുന്നതും അതെ പോകുന്നതും ജോലിക്കായിട്ട്. അപ്പൊ ആ സിലബസും അതേ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ അതെ ചെയ്യണം എന്നുള്ളത് അതെ ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ ഏത് രീതിയിലാണ് ആ ഒരു സിലബസ് മെയിൻറ്റെയിൻ അതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്? ഞങ്ങൾ ആക്ച്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ തിയറിക്കലി ഉള്ളത് കൊടുക്കാറുണ്ട്. എങ്കിൽ പോലും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് വേൾഡ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓരോ പ്രോപ്പർട്ടികൾക്ക് പോലും ഉണ്ടാവും. എന്ന് വെച്ചാൽ വലിയ വലിയ പ്രോപ്പർട്ടികൾ എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് അവർക്ക് LQ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ വേൾഡ് ചെക്കിങ് കാര്യങ്ങൾ നടക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു വലിയൊരു VIP ഗസ്റ്റുകൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടികൾ എങ്ങനെ ഉണ്ടെന്ന് അതിൻ്റെ നിലവാരം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഓതറൈസേഷൻസ് ഒക്കെ ഉണ്ട്. അവർ വന്ന് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് ബെസ്റ്റ് ഹോട്ടൽ ഇതാണെന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ഇത് കാണുമല്ലോ. മീൻസ് അതിൻ്റെ ഹയറാർക്കി ലെവൽ എങ്ങനെ ആയിരിക്കും, റിക്വയർമെൻറ്റ്സ് എന്താണെന്നുള്ളത് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിക്ക് ഒരു സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഒരു പ്രോപ്പർട്ടി കുറച്ചും കൂടെ മികച്ചതാവാൻ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത്. അപ്പോൾ സിലബസ് പോകുന്നുണ്ട്, അതിനകത്ത് തന്നെ ചിട്ടപ്പെടുത്തി എടുത്താണ് ആ സിലബസ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ് കൂടുതലായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത്. ഈ IV ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ 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 അപ്പോൾ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഒക്കെ നടത്തുക മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷമായിരിക്കും അവർക്കൊരു ഇൻഡസ്ട്രിയൽ അതെ വിസിറ്റ് നടത്തുന്നത്. തീർച്ചയായിട്ടും പക്ഷെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അതൊരു വേറിട്ട രീതിയിലാണ് ചെയ്യുന്നത്. അതെ കാരണം അതെ സൗജന്യമായിട്ടാണ് കുട്ടികളെ അതെ ട്രെയിനിങ്ങിനും മറ്റു അതെ കാര്യങ്ങൾക്കും കൊണ്ടുപോകുന്നത്. അതെ അപ്പൊ അതിന്റെ ഒരു ചെലവ് അത് ആ കുട്ടികൾക്ക് ലഭിക്കുന്ന ആ ഒരു എക്സ്പോഷർ അതിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ്? ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം പറയാം, ഞങ്ങൾ വലിയ ഒരു പേയ്മെൻറ്റ് മേടിച്ച് ഈ ഇൻഡസ്ട്രി പഠിപ്പിച്ച് വിടുന്ന ആളുകളല്ല. ചെറിയ ഫീസാണ്. പക്ഷെ എങ്കിൽ പോലും ചില പേരൻസ് വളരെ കഷ്ടത അനുഭവിക്കുന്ന വീട്ടിൽ നിന്നുള്ള കുട്ടികൾ വരും. കഷ്ടതയെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫാമിലിയിൽപ്പെട്ട കുട്ടികൾ വരാറുണ്ട്. അപ്പം നമുക്ക് തികച്ചും അവർക്ക് ചില കുട്ടികളെ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ടാവും. ചില കുട്ടികൾക്ക് ഫീസ് അതിനനുസരിച്ചാണ് നമ്മൾ ചാർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ IV എന്ന് പറഞ്ഞാൽ കോളേജിന് മാനേജ്മെൻറ്റിന് കിട്ടേണ്ട ഒരു പ്രോഫിറ്റ് ഉണ്ടാവും. ആ പ്രോഫിറ്റിൻ്റെ 75% കുട്ടികൾക്ക് തന്നെ ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ കൊടുക്കുകയാണ്. ബാക്കി പൈസ
മാത്രമേ കോളേജിൻ്റെ റണ്ണിങ് എക്സ്പെൻസിന് ബാക്കി എടുക്കത്തുള്ളൂ. ഈ മേഖല എന്താണെന്നുള്ളത് നേരിട്ട് കൊണ്ടുപോയി അത് ഞങ്ങൾ ദുബൈ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഒരു 3 കൊല്ലം ദുബൈയിലായിരുന്നു. പിന്നീട് മലേഷ്യയിലും തായ്ലാൻഡിലുമാണ് ഇപ്പം ഞങ്ങൾ IV ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എയർപോർട്ട് വരെയുള്ള ബസ് കൂലി മാത്രമേ കുട്ടിക്കുള്ളൂ. എയർപോർട്ടിനുള്ളിൽ നിന്നും കയറി കഴിഞ്ഞാൽ അവരുടെ ടിക്കറ്റ്, വിസ, ഫുഡ്, അക്കോമഡേഷൻ, അവരുടെ സൈറ്റ് സീയിങ് മുതൽ മുഴുവൻ കാര്യങ്ങളും. കാരണം ഇതിലൂടെ ഉണ്ടാകുന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് വെച്ച് കുട്ടികൾ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് കുറയും. കാരണം ഈ മേഖല എന്താണെന്ന് ഇവരെ ആദ്യമേ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹം അവരുടെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ IV ഞങ്ങൾ ടോട്ടലി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഇത് എത്ര നാളത്തെ കോഴ്സാണ്? ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് മറ്റും എത്ര നാൾ? ഞങ്ങൾക്ക് ഇതിൻ്റെ സത്യം പറഞ്ഞാൽ 6 മന്ത് തൊട്ട് തുടങ്ങുന്നുണ്ട് പ്രോഗ്രാംസ്. 6 മന്ത്. ചില ഏജ്ഡ് ആയിട്ടുള്ളവർ, ചില വീട്ടിലെ പേരൻസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രോബ്ലമായിട്ട് നിൽക്കുന്ന ചില കുട്ടികളുടെ ഉണ്ട്. കാരണം അവരുടെ ഇഷ്ടത്തിന് തന്നെ പോയി പഠിക്കണമെന്ന് പറയും. ഇപ്പം ചില പിള്ളേർ പറയും എനിക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചിലായിട്ടുള്ളൊരു കോഴ്സായിട്ട് കണ്ടുകൊണ്ട് അത് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയുണ്ട്. ഉണ്ട്. മാനേജ്മെന്റ് ഒത്തിരി തരം താഴ്ന്ന കോഴ്സ് എന്ന രീതിയിൽ പറയപ്പെടുന്നുണ്ട്. നമ്മൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കുന്ന ഇവനിതാണോ കിട്ടിയുള്ളൂ എന്ന രീതിയിൽ ചോദിക്കുന്നത് അതൊരു ഉദാഹരണമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട്. കാരണം ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിലെ ഈ പാത്രം കഴുകുക, അല്ലെങ്കിൽ എല്ലാ കറികൾ വെക്കുക, ചോറ് വെക്കുക, ഇങ്ങനെ ഒരു ചിന്താഗതിയിലുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ എങ്ങനെ പറയാം, ചില ആൾക്കാർ ഇപ്പോഴും നമ്മളെ കളിയാക്കാറുണ്ട്. പക്ഷേ എങ്കിലും നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. നമ്മളെപ്പോഴും ഞാൻ സ്കൂളുകളിൽ ചെറിയ ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും ഞങ്ങളുടെ കോളേജിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല, ഞാൻ ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് സംസാരിക്കാനാണ് പോകുന്നത്. ഇപ്പോഴും കേരളത്തിലെയും നമ്മുടെ ഇന്ത്യയിലെയും മൊത്തത്തിൽ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ആളുകൾ കുറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു ബാഡായിട്ടുള്ളൊരു മെസ്സേജുകൾ ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് കൊടുക്കുന്നുണ്ടാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നോർമലി എല്ലാവരും ജീവിക്കുന്നതിന് നല്ല വസ്ത്രം ധരിക്കുക, നല്ല വണ്ടി എടുക്കുക, ഒരു താമസ സ്ഥലം കണ്ടെത്തുക, കുറേ രാജ്യങ്ങൾ അല്ലെ കുറേ സ്ഥലങ്ങൾ കണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോഴത്തെ ആളുകളെല്ലാം. അങ്ങനെ ഉള്ള ആളുകൾക്ക് പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു മേഖലയാണ്. കാരണം ക്രൂസ് ലൈൻസുകൾ, ഷിപ്പിലൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ഷിപ്പ് സഞ്ചരിക്കുന്ന ആ മേഖലയിലല്ല, ആ പോകുന്ന ആ സ്ഥലത്തേക്ക് ഇത്ര പരിധിയിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. സാലറി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കാത്ത സാലറിയാണ്. സാലറി മാത്രമല്ല, സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നേഴ്സായിട്ടോ മറ്റൊരു കോഴ്സ് പഠിച്ചിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് സാലറി മാത്രമേ കാണത്തുള്ളൂ, അല്ലെ ഓവർ ടൈം കാണും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമുക്കൊരു സാലറി വരുന്നുണ്ട്, പ്ലസ് സർവീസ് ചാർജ് വരുന്നുണ്ട്. സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് സ്റ്റാഫിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിലേക്ക് വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ സാലറിയെക്കാട്ടിലും സർവീസ് ചാർജ് കൊണ്ടാണ് അവരുടെ കാര്യങ്ങൾ ഇതാക്കുന്നത്. പിന്നെ നല്ലൊരു എൻ്റർപ്രണർ ആവാൻ പറ്റിയൊരു മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് ഒരുപാട് തരത്തിലുള്ള ബിസിനസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവട്ടെ, പിന്നെ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊച്ചിയിൽ തന്നെ ഒരുപാട് 5 സ്റ്റാർ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടീസിൽ നമുക്ക് ഓരോ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. മീൻസ് നമുക്കിപ്പം അവിടെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അവിടെ ഫ്ലവേഴ്സ്, ക്ലോത്തുകൾ, ഇങ്ങനെയുള്ളതിനെക്കുറിച്ച്. പിന്നെ കിച്ചണിലാണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതിനുള്ള സംഭവങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിൻ്റെ കമ്പനികൾ ചെയ്യാം. പിന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ചെറിയ പേസ്ട്രി ഷോപ്പുകൾ, കഫേകൾ, ഇങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്ന സാധ്യത. ഇപ്പം നമ്മുടെ കോളേജിൽ പഠിച്ചു പോയിട്ടുള്ള പല പിള്ളേർ ഇവൻറ്റ് മാനേജ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൂടെ സക്സസ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അല്ല, അപ്പൊ അവരിൽ നിന്നൊക്കെ ഒരു അഭിപ്രായം എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? എങ്ങനെയുണ്ട് കോഴ്സ് പഠിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് എന്നുള്ള? അല്ല, അതാ ഇതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു ഹ്യൂമാനിറ്റി ഉണ്ടാവുക എന്നതാണ് ഇതിനകത്തെ മുഖ്യം. കാരണം ഒരാളോട് എങ്ങനെ സംസാരിക്കണം, ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങി നിന്ന് എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ അവർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി, പിന്നെ ഷിപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്റ്റഡീസ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇപ്പൊ ഏവിയേഷൻ, അത് പിന്നെ അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി, ഇതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വന്നിരിക്കുന്നത് ഏത് മേഖലയിലാണ്? നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ്. സത്യം പറഞ്ഞാൽ പല കേരളത്തിലുള്ള പ്രത്യേകിച്ച് ഗേൾസിന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് പറയാം. ഈ ഏവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ യൂണിഫോമോ ഇങ്ങനെ കണ്ട് കയറുന്ന കുട്ടികളാണ് കൂടുതൽ ആൾക്കാർ. പക്ഷേ ഈ ഏവിയേഷൻ സെക്ടറിനെ കുറിച്ച് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എത്ര പേർക്ക് ജോലി കിട്ടുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. കാരണം കേരളത്തിൽ എത്ര എയർപോർട്ടുകളുണ്ട്,
ഉണ്ട്. അവിടെ കേരളത്തിൽ എത്ര ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവാം? അപ്പോൾ എത്ര പേർക്ക് അതിനകത്ത് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വലിയ ഒരു ചോദ്യചിഹ്നമാണ്. അപ്പം നമ്മുടെ കോളേജിലെന്ന് വെച്ചാൽ ഹോസ്പിറ്റാലിറ്റിയിൽ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് കൂടുതൽ വരുന്നത്. അതിൽ ഡിപ്ലോമ കോഴ്സുകളാണ് കൂടുതലായിട്ട് വരുന്നത്. ഈ ഡിപ്ലോമ കോഴ്സുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതിനകത്തൊരു 4 കോർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനായിട്ട് പഠിച്ചിട്ട് ഈ കുട്ടിക്ക് ട്രെയിനിങ് സമയത്ത് തീരുമാനിക്കാം ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് അവന് ഫ്യൂച്ചറിൽ ഏറ്റെടുക്കേണ്ടതെന്ന്. അങ്ങനെ ആ തിരഞ്ഞെടുക്കപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ അവന് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റുന്നതാണ്. ഇപ്പോ എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പിന്നീട് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തിയാണ് കൊണ്ടുവരുന്നത്. അതെ അതെ അപ്പോൾ ആ കുട്ടികളും പിന്നീട് പോകുന്നത് വിദേശ രാജ്യങ്ങളിലേക്കായിരിക്കും ജോലിക്ക് ശ്രമിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ് കൂടുതലായിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്? എങ്ങനെയാണത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവർ ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ തന്നെ ഇവരെ നമ്മളൊരു IVക്ക് അയക്കുന്നുണ്ട്. IV മലേഷ്യയിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മലേഷ്യ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു സിറ്റിയാണ്, ഒരു നല്ലൊരു വലിയ സിറ്റിയാണ്. അപ്പോൾ ഇവർക്ക് ഒരു പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിൽ കാണാൻ കഴിയാത്ത രീതിയിലുള്ള വലിയൊരു സിറ്റി പോയി കാണുമ്പോൾ അവിടുത്തെ പ്രോപ്പർട്ടീസ് ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ പ്രോപ്പർട്ടീസ് മലേഷ്യയിലുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടി ആയിരിക്കും നമ്മൾ ഇവരെ വിസിറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഫസ്റ്റ് ട്രിപ്പ് അവിടെയാണ്. സെക്കൻഡ്, ഈ കുട്ടികൾ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ തന്നെ സെക്കൻഡ് ഇയറിലേക്ക് കയറുമ്പോൾ തന്നെ ഞങ്ങൾ ഇവർക്ക് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 3 ഇയർ കോഴ്സിന് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് 3 വർഷം കോളേജിൽ പഠിക്കേണ്ട കാര്യമില്ല. അവർക്ക് 1.5 വർഷം മാത്രം കോളേജിൽ ഇരുന്നാൽ മതി. 1.5 വർഷം അവർ ഇന്റേൺഷിപ്പിന് പോവുകയാണ്. അപ്പോൾ ഇന്റേൺഷിപ്പിന് ഇപ്പം നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നത് ബഹ്റിനിലാണ്. ബഹ്റിനിൽ പോകുന്നുണ്ട്, ദുബൈയിലും പോകുന്നുണ്ട്. ബഹ്റിനിലെ MR എന്ന് പറയുന്ന ബ്രാൻഡിലാണ് നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുമായിട്ടാണ് നമ്മൾ MOU സൈൻ ചെയ്തിരിക്കുന്നത്. MR എന്ന് പറയുന്നത് ദുബൈയിലെ ഒരു സെമി ഗവൺമെൻറ് ഗ്രൂപ്പിൻ്റെ ആണ്. ഈ ബുർജ് ഖലീഫ, ദുബൈ മാൾ എല്ലാം അവരുടെ അണ്ടറിലാണ്. അപ്പോൾ അവരുടെ ബഹ്റിനിലെ പ്രോപ്പർട്ടിയിലാണ്. അപ്പോൾ ബഹ്റിനിലെ പ്രോപ്പർട്ടി പോവുക എന്ന് മാത്രമല്ല, അവിടെ 6 മന്ത് ട്രെയിനിങ് ചെയ്തതിലൂടെ കിട്ടുന്ന വെച്ചാൽ നല്ല ലാംഗ്വേജ് അവർക്ക് കിട്ടുകയാണ്. ഇപ്പം നാട്ടിൽ എത്രത്തോളം പഠിച്ചോട്ടെ, പക്ഷെ അവർക്ക് മലയാളി കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ലാംഗ്വേജ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കുട്ടികളെ ഇങ്ങനെയുള്ള രാജ്യത്തേക്ക് അയക്കുന്നത്. അത് ലാംഗ്വേജ് മസ്റ്റാക്കാൻ വേണ്ടിയാണ്. പ്ലസ് ഇവർക്ക് ഇൻറ്റേൺഷിപ്പിലൂടെ ഇവർക്ക് ഈ പഠിക്കുന്ന ഫീസിനെക്കാട്ടി 3 ഇരട്ടി പൈസ ഈ 6 മന്ത് കൊണ്ട് ഇവർക്ക് തിരിച്ചു കിട്ടും. പ്ലസ് സ്റ്റുഡിയോ ഫ്ലാറ്റ്, അക്കോമഡേഷൻ, ഫുഡ്, ഇവർക്ക് നല്ലൊരു ലക്ഷറി ലൈഫിലേക്ക് തന്നെയാണ് ഇൻറ്റേൺഷിപ്പിലേ ഇവർ പോകുന്നത്. അപ്പോൾ ഇവർ ഡ്രോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് കളഞ്ഞിട്ട് പോകാനോ ഉള്ള യാതൊരു സാധ്യതയില്ല. ഇപ്പോഴും ഞങ്ങളുടെ കുട്ടികൾ ഇൻറ്റേൺഷിപ്പ് ഈ നിമിഷം നമ്മൾ ഈ സംസാരിക്കുമ്പോൾ പോലും പിള്ളേർ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. പല കുട്ടികൾ 6 മന്ത് കൂടുമ്പോൾ 1 മന്ത് ലീവിന് വന്നിട്ട് പിന്നീട് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവരെ പോയി ഇഷ്ടപ്പെട്ട ആളുകളെ അവർ സ്റ്റാഫായിട്ട് കണ്ടിന്യൂ ചെയ്യിക്കുകയും ചെയ്യും. ഈ 3 വർഷത്തെ കോഴ്സിൽ 1.5 വർഷം നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കുക, അതെ അതിനുശേഷം 1.5 വർഷം ഇന്റേൺഷിപ്പ് പോലെ നമ്മൾ അതെ അതെ വിദേശ രാജ്യങ്ങളിലേക്ക് വിടുന്നു. അതെ, കോളേജാണ് ചെയ്യുന്നത്. കാരണം ഇന്റർവ്യൂ നടക്കുന്നതെന്ന് വെച്ചാൽ കോളേജ് മുഖാന്തരമാണ് ഇന്റർവ്യൂ നടത്തുന്നത്. കോളേജും ഈ പ്രോപ്പർട്ടിയും തമ്മിലാണ് MOU സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ റിക്വയർമെൻറ്റ് പറയുന്ന കുട്ടികളെ നമ്മൾ ഇവർക്ക് പ്രസൻറ്റ് ചെയ്യുന്നു, അവർ ഇൻ്റർവ്യൂ എടുക്കുന്നു. ബേസിക് ഇൻ്റർവ്യൂസ് മാത്രമേ വരാറുള്ളൂ. ആ ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്നുള്ളതാണ് ഈ 1.5 വർഷം കൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇൻ്റർവ്യൂ ഉറപ്പായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പോൾ ഈശ്വര പ്രാർത്ഥന ഡെയിലി കേൾക്കുന്നതുകൊണ്ട് ഇവന് ഈ കുട്ടിക്ക് അത് കുറച്ച് നാൾ കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് പറയും. അത്രേ ഉള്ളൂ. ഡെയിലി ഞങ്ങൾ ഒരു അവർ മാറ്റി വെച്ചിരിക്കുന്നത് എങ്ങനെ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. ഒരു ക്ലാസ്സിൽ ഒരു പീരീഡ് മാറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ്സിലെ പഠിക്കാത്ത ഏത് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇൻ്റർവ്യൂ പെട്ടെന്ന് പാസ്സാവാൻ പറ്റും. അത് നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ. ഇൻ്റർവ്യൂവിൽ ആറ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ട്, ഒരു മനുഷ്യൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രമേ ഇത്രയും വലിയ പ്രോപ്പർട്ടി നോക്കുന്നുള്ളൂ. 1 ആറ്റിറ്റ്യൂഡാണ് നോക്കുന്നത്. 2 ഗ്രൂമിങ് സിസ്റ്റം. ഇപ്പോൾ ഇവർ ഷേവ് ചെയ്യുന്നുണ്ടോ, അവരുടെ ഹെയർ കട്ട്, അവരുടെ ഡ്രസ്സിങ് രീതി, പിന്നെ ഹൈജീനിക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നോക്കുന്നത്. അതിൽ ഓക്കെ എന്നുണ്ടെങ്കിൽ എടുക്കും. അത് വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10 ഡേയ്സിനുള്ളിൽ വിസ കിട്ടും. പിന്നെ ടിക്കറ്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ നേരിട്ട് പോയി ഇറങ്ങാം. അവിടെ പോയാൽ പിക്കപ്പ് അവർ വന്ന് പിക്ക് ചെയ്തോളും. ബാക്കിയെല്ലാം കമ്പനിയാണ് നോക്കുന്നത്. അതൊരു 5 സ്റ്റാർ ഡീലക്സ് ആണ്. വേൾഡിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് MR എന്ന് പറയുന്നത്. നമുക്ക് ഒരു കംപ്ലൈൻറ്റും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്ന ഈ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിഭാവനം ചെയ്തു അതെ കൊടുക്കുന്ന അതെ ഒരു കമ്പനി. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഉണ്ടായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതെ വിദ്യാർത്ഥികളെ അതെ സംബന്ധിച്ച്. അങ്ങനെ മനസ്സിൽ ഓർത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ, അപ്പൊ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഈവന്റ് മാനേജ്മെന്റ് അതെ അതെ കമ്പനി സ്വന്തമായിട്ട് തുടങ്ങിയവർ ഇവിടെ അതെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയാനായിട്ട് എന്തെങ്കിലും മനസ്സിൽ ഉണ്ടോ? നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ വലിയ പരസ്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ. കാരണം
നമ്മളുടെ കോളേജിൽ വന്ന് പഠിച്ചിട്ട് പോയ കുട്ടികൾ തന്നെ അവർ തന്നെ നമ്മുടെ വലിയൊരു മാർക്കറ്റിംഗ് ആണ്. വലിയ ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് പോലെ അതിനപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ തന്നെ റെഫർ ചെയ്ത് തരുന്ന കുട്ടികളുണ്ട്. ഇവരുടെ പേരൻസ് തന്നെ നമുക്ക് റെഫർ ചെയ്ത് തരാറുണ്ട്. നമ്മൾ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ നമ്മളുടെ ഈ പോസ്റ്ററുകളൊക്കെ ഇവർ തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇവർ തന്നെ സ്റ്റാറ്റസ് ആക്കുന്ന രീതിയൊക്കെ ഉണ്ട്. ഇപ്പോഴും നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. 2021-ലും 22-ലൊക്കെ പാസ് ഔട്ടായി പോയവർ, 2017-ൽ പാസ് ഔട്ടായി പോയ കുട്ടികൾ, ഇവരെല്ലാം നമ്മളെ കോൺടാക്ട് ഇപ്പോഴും നിലവിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ദുബൈയിൽ നമ്മളുടെ ഏകദേശം ഒരു എനിക്ക് എൻ്റെ ഒരു ഊഹം വെച്ച് ഒരു 150+ സ്റ്റുഡൻസ് നിലവിൽ ജോലി ചെയ്യുകയാണ് അവരവിടെ പ്ലേസ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു 4 മാസം 5 മാസം കൂടുമ്പോൾ ദുബൈയിൽ പോകാറുണ്ട്. കാരണം പുതിയ പ്രോപ്പർട്ടീസുമായിട്ട് എഗ്രിമെൻ്റ് എടുക്കാൻ, പുതിയ പ്രോപ്പർട്ടീസിന് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോകാറുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ എല്ലാം കാണുകയും ഇവരുടെ ജീവിത നിലവാരം മുന്നത്തെക്കാട്ടി എങ്ങനെയായി എന്ന് അവരെല്ലാം വിളിച്ച് കാണാറും സംസാരിക്കാറും ഉണ്ട് ഇപ്പോഴും നിലവിൽ. അപ്പോൾ ആദ്യം പറഞ്ഞല്ലോ ഈ പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടെത്തുന്നുവെന്ന്. നമ്മുടെ നാട്ടിലെ കോളേജുകൾ എന്ന് പറഞ്ഞാൽ പരസ്യം ചെയ്യുക, കുട്ടികളെ എടുക്കുക, എടുത്തതിന് ശേഷം എങ്ങനെയെങ്കിലും ഒരു 1 ഇയർ കഴിയുമ്പോൾ ഒരു ബാച്ചിൽ 40 കുട്ടികളുണ്ടെങ്കിൽ ആ 40-ൽ മിടുക്കരായിട്ടുള്ള 3-4 കുട്ടികൾക്ക് എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് വിടുന്നു. ഇതാണ് കണ്ടുവരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതല്ല. നമ്മൾ ഈ ബോട്ടം ലെവലിൽ ഉള്ള പഠിക്കാൻ പ്രശ്നമുള്ള കുട്ടികളുണ്ടെങ്കിൽ പോലും അവരെ ആ പ്രശ്നം കണ്ടെത്തി അത് പരിഹരിച്ചുകൊണ്ട് അവരെ കയറ്റി വിടാനേ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നെ ഈ വരുന്നത് പോലെ 1%, 2% ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം ആയിട്ടുള്ള കുട്ടികൾ വരും. പഠിക്കാൻ മിടുക്കരായിരിക്കാം, എല്ലാം മിടുക്കരായിരിക്കാം. പക്ഷെ അവർക്ക് ചില കേസുകൾ നമുക്ക് എത്ര മേക്കപ്പ് ഇട്ടാലും പറ്റത്തില്ല. കാരണം ചില കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മളല്ല, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അത് നടക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഒഴിച്ച് അതൊരു 1% കാണത്തുള്ളൂ. ബാക്കി മുഴുവൻ കുട്ടികളെയും പ്ലേസ്മെൻറ്റ് കൊണ്ടിരിക്കുകയാണ്, കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു പോയിന്റ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്തേക്ക് പുരുഷന്മാരുടെ വരവ് കൂടുതലാണ്, പക്ഷേ സ്ത്രീകളുടെ വരവ് വളരെ കുറവാണ്. നമ്മുടെ സമൂഹം ചില കാര്യങ്ങൾ അങ്ങ് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നത് ഈ പറയുന്ന പോലെ ഹോട്ടൽ പാത്രങ്ങളുടെ പണിയാണ്, എന്ത് നേടാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ സ്ത്രീകളുടെയൊക്കെ ആ ഒരു വരവ് വളരെ കുറഞ്ഞു പോകുന്നതിന്റെ ഒരു കാരണം ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു ആനുപാതികം അല്ലെങ്കിൽ പുരുഷന്മാരെ സ്ത്രീകൾ അതേ രീതിയിലാണ്. വിരലിലെണ്ണാവുന്ന ഗേൾസ് മാത്രമേ നമുക്ക് ഹോസ്പിറ്റാലിറ്റി പഠിക്കാനുള്ളൂ. അതിൻ്റെ റീസൺ ആ കുട്ടികൾ അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ വീട്ടിൽ നിന്ന് പോലും വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ മുഴുവൻ നേഴ്സിങ്ങിൻ്റെ പുറയിലാണ്. ഈ നേഴ്സിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടറിയാം, ബാംഗ്ലൂർ തന്നെ ഉള്ള കോളേജുകൾ ഫുള്ളും കേരള പിള്ളേരാണ്. അത് എല്ലാം ഗേൾസാണ് ഭൂരിഭാഗവും. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർ മനസ്സിൽ വരുന്നത് വെച്ചാൽ UK പോകാം, അമേരിക്കയിൽ പോകാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി പെട്ടെന്ന് പഠിച്ച വലിയ ജോലി എന്നുള്ളതാണ്. പക്ഷെ നേഴ്സന്മാരെ സംബന്ധിച്ച് 24 hours ആണ് അവരുടെ ഡ്യൂട്ടി വരുന്നത്. എന്ന് വെച്ചാൽ ഡേയും നൈറ്റും അവർക്ക് ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഗേൾസിന് ഏറ്റവും കൂടുതൽ സേഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ലോകത്തെ ഏക ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയാണ്. കാരണം നൈറ്റ് ഷിഫ്റ്റ് കൊടുക്കാറില്ല. ഡേ ഷിഫ്റ്റിൽ ഗേൾസ് വർക്ക് ചെയ്താൽ പോലും പിക്കപ്പും ഡ്രോപ്പും കമ്പനി തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യന് വേണ്ട ഏക ഒരു അടിസ്ഥാന കാര്യങ്ങളുണ്ട്: ആഹാരം, പാർപ്പിടം, വസ്ത്രം. ഈ 3 കാര്യങ്ങൾ 100% ഉറപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഫുഡും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി 100% ആണ്. അതിന് 1 രൂപ പോലും നമ്മുടെ സാലറിയിൽ നിന്ന് കട്ടാക്കാറുമില്ല. ഇപ്പോൾ ഗേൾസിനെ സംബന്ധിച്ച് സ്റ്റാഫ് അക്കോമഡേഷനിലാണെങ്കിൽ ഡ്രോപ്പും പിക്കപ്പും ഈ പറയുന്ന പോലെ കമ്പനി തന്നെയാണ് ചെയ്യുന്നത്. നൈറ്റ് ഡ്യൂട്ടി കിട്ടാറുമില്ല. നൈറ്റ് ഡ്യൂട്ടി ഗേൾസിന് അങ്ങനെ മോസ്റ്റ്ലി കൊടുക്കാറില്ല. അത്രയും സേഫായിട്ടുള്ള ഒരു മേഖലയാണ്. അത്രയും എക്സ്ട്രാ സേഫ്. ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരുപാട് ഗേൾസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യുന്ന ബോയ്സിനാണെങ്കിൽ പോലും ഈ മേഖല വർക്ക് ചെയ്യുമ്പോൾ അത്രയും പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, ബിഹേവിങ്ങിൽ അത്രയും നല്ല ആൾക്കാർ മാത്രമാണ് ഈ പ്രോപ്പർട്ടികളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു മിസ്ബിഹേവ് ചെയ്യട്ടെ, അങ്ങനെ ഒരു പ്രശ്നങ്ങളും സ്റ്റാഫിൽ നിന്നോ ഇപ്പം നമ്മളൊരു വാർത്തയിൽ പോലും കാണാറില്ല. ഇങ്ങനെ ഇന്ന ഹോട്ടൽ ഇന്ന സംഭവിച്ച ഒരു ഗേളിനെ കുറിച്ചൊന്നും ഒരിക്കലും കേൾക്കത്തില്ല. കാരണം അത്രയും ഇതായിട്ട് സ്ക്രീൻ ചെയ്തെടുത്ത സ്റ്റാഫുകൾ മാത്രമാണ് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ താങ്കൾക്കൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരുപാട് ആൾക്കാരും കൂടി ഉണ്ടാവുമല്ലോ, അതാരൊക്കെയാണ്? അത് സത്യം പറഞ്ഞാൽ ഈ കോളേജ് പേര് തന്നെ എമിറേറ്റ്സ് എന്നുള്ളൊരു പേരെന്ന് പറഞ്ഞാൽ UAE-യുടെ ഈ എന്താ പറയേണ്ടത്, നമുക്ക് സ്റ്റേറ്റ്സിനെ പറയുന്നതാണ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെയിം വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പം ഈ കോഴ്സ് ചെയ്തതിന് ശേഷം ദുബൈയിലാണ് ജോലി ചെയ്തത്.
അപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു സ്റ്റേറ്റാണ് ദുബായ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പേര് അങ്ങനെ ഇടാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ എമിറേറ്റ്സ് എന്നുള്ളൊരു പേരിൽ എത്തിപ്പെട്ടത്. പക്ഷേ എമിറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, എയർലൈൻസിൻ്റെ വരുന്നുണ്ട്, ഇങ്ങനെയുള്ള സംഭവം വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ ഈ എമിറേറ്റ്സ് തന്നെ തിരഞ്ഞെടുത്തത് ആ രാജ്യത്തിനോടുള്ളൊരു ആദരവ് കാണിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് എമിറേറ്റ്സ് എന്നുള്ളൊരു പേര് ചൂസ് ചെയ്തത്. അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം ഞങ്ങൾ ഒരു 12ഓളം ഈ മേഖലയിലുള്ള ആളുകളാണ്. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ്, ടീമായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പം ഞാൻ ഡയറക്ടർ എന്നോ പ്രിൻസിപ്പൾ എന്നോ മറ്റ് ഇതിലില്ല, ഞങ്ങളെല്ലാം ഒരു ടീം വർക്കിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പം തന്നെ ഞാൻ ട്രെയിനിങ് ചെയ്ത പ്രോപ്പർട്ടിയിലെ ട്രെയിനിങ് മാനേജറാണ് എൻ്റെ പ്രിൻസിപ്പളായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. എന്നെ പഠിപ്പിച്ച കോളേജിലെ എൻ്റെ അധ്യാപകനെയാണ് ഞാൻ അക്കാഡമിക് ഡയറക്ടറായിട്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ വേണേൽ എനിക്ക് പരസ്യം കൊടുത്ത് ആരെങ്കിലും പ്രിൻസിപ്പൽസിനെയോ അല്ലെങ്കിൽ സ്റ്റാഫിനെ എടുക്കാൻ പറ്റും. പക്ഷേ അവരെക്കുറിച്ച് എന്താണെന്നുള്ള ആ ഇൻ്റർവ്യൂവിലേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവർക്കൊരു ഭാവി കൂടി ഉള്ളൊരു സംഭവമാണ്. അവരുടെ ഭാവി മാത്രം, അവരൊരു വലിയൊരു ഫാമിലിയും കൂടെ അവൻ്റെ പിന്നിൽ കാണും. അപ്പോൾ ഇവരെ സക്സസ്ഫുള്ളി എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടീമിനെ വേണമെന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ വന്ന വഴിയിലൂടെ കണ്ട അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ഈ എമിറേറ്റ്സിന് ഇതാക്കിയത്. ഏതൊരു ബിസിനസിന്റെയും അടിത്തറ എന്ന് പറയുന്നത് അവരവരുടെ ഫാമിലി ആയിരിക്കും. കാരണം ഒരു പ്രധാന ഘടകം ആ ഫാമിലിക്ക് ഒരു പങ്കും ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് ഒരു ഫാമിലി സപ്പോർട്ട് ചെയ്ത രീതി? ഫാമിലി ഭയങ്കര സപ്പോർട്ടീവാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കോളേജിൻ്റെ മാനേജിങ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് തന്നെ എൻ്റെ സിസ്റ്ററാണ്. സിസ്റ്ററും സിസ്റ്ററിൻ്റെ ഹസ്ബൻഡുമാണ്. അത് അളിയൻ്റെ പേര് ഫിർദൌസ് എന്നും സിസ്റ്റർ സബാനയുമാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിങ്ങനൊരു ആഗ്രഹം പറഞ്ഞ സമയത്ത് ഇങ്ങനൊരു സംഭവം ചെയ്താൽ കുറച്ചുകൂടി, ഇപ്പം ഞാനെന്ന് വെച്ചാൽ വളരെ താഴ്ന്ന എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി തകർന്ന് തരിപ്പണമായ ഒരു ഫാമിലിയിൽ നിന്നും വന്നൊരു വ്യക്തിയാണ്. അപ്പം ഒരു അണ്ടർ പ്രിവിലേജ് അല്ലെങ്കിൽ ഏറ്റവും ബേസായിട്ട് കിടക്കുന്ന ഒരു ഫാമിലിയിലെ കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും അവൻ്റെ മാനസിക പ്രശ്നമെന്നും എങ്ങനെ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ വരുന്ന ഒരാളാണെന്നും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങൾ ഒരു മുറിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ്. എനിക്ക് തോന്നുന്നു ഒരു 250 ഒരു 250 സ്ക്വയർ ഫീറ്റിൽ നിന്നും അടൂരിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഞങ്ങൾ ഡിപ്ലോമ, ഈ ഷോർട്ട് ടൈം ഡിപ്ലോമകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിനകത്ത് പല കുട്ടികളെയും ഫ്രീ ആയിട്ടാണ് പഠിപ്പിച്ചത്. ഞങ്ങൾ പാർട്ട് ടൈം ജോലി, മറ്റ് ജോലികൾ ചെയ്തതിലെ സാലറി കൊണ്ടാണ് ഞാൻ ഇവിടുത്തെ റെൻറ്റ് പോലും ആദ്യം അടച്ചു തുടങ്ങിയത്. കാരണം ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസ് മേടിക്കാതെ പഠിപ്പിച്ച് ആദ്യം ഈ 25ഓളം കുട്ടികളെ പഠിപ്പിച്ചിറക്കി അവരെ ഫ്രീ ആയിട്ട് പ്ലേസ് ചെയ്തു. അതിനുശേഷമാണ് കുട്ടികളുടെ എണ്ണം കൂടിയപ്പം 250 സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് 800 സ്ക്വയർ ഫീറ്റിലേക്ക് മാറുകയും ഇപ്പോൾ ഏകദേശം ഒരു 12,000 സ്ക്വയർ ഫീറ്റിലാണ് നിലവിൽ. ഞങ്ങളൊരു മിനി ക്യാമ്പസ് ആണ്. എന്ന് വെച്ചാൽ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ മാത്രം കോഴ്സുകൾ പഠിപ്പിക്കുന്ന, ഹോസ്പിറ്റാലിറ്റിയുടെ മാത്രം പഠിപ്പിക്കുന്ന ഒരു ചെറിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിനി ക്യാമ്പസ് ആണ് ഞങ്ങളുടേത്. അപ്പം അതിനകത്ത് പറയപ്പെടുന്ന അത് അങ്ങനെ ഉണ്ടായി എന്ന് പറയണമെങ്കിൽ ഇതാണ് കാരണം. അപ്പം ഞങ്ങൾ 1 രൂപ പോലും ഞങ്ങൾ ലോൺ എടുക്കാതെ സ്റ്റാർട്ട് ചെയ്തൊരു പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന പോലെ ഞങ്ങൾ 4-5 വർഷം ഞങ്ങളെല്ലാവരും ഫാമിലി മൊത്തത്തിൽ കൂട്ടായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ എത്തിപ്പെടാൻ കഴിഞ്ഞത്. എത്ര കുട്ടികളെ പഠിച്ച് ഇറക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്? എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 600, ഒരു 600ഓളം കുട്ടികളിൽ കൂടുതൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 22 വയസ്സ് 23 വയസ്സ് പ്ലസ് ടു കഴിഞ്ഞ് വേറൊരു മേഖല തിരഞ്ഞെടുത്ത്, അത് ചിലർ എഞ്ചിനീയറിങ്ങിന് പോയിട്ടുണ്ടാവാം, നഴ്സിങ്ങിന് പോയിട്ടുണ്ടാവാം. ഇങ്ങനെ മറ്റൊരു കോഴ്സ് പകുതിയിൽ വെച്ച് നിർത്തിയിട്ട് വന്ന് ഇത് തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് വന്ന എനിക്ക് തോന്നുന്നു ഒരു 300ഓളം കുട്ടികളുണ്ട്. അപ്പോൾ ഒരു 1000-നകത്ത് കുട്ടികൾ ഇതുവരെ പഠിച്ചിറങ്ങുകയും ഇതിനകത്തൊരു 1% ഒഴിച്ചാൽ 99.9% പുറത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് വലിയൊരു സന്തോഷമാണ്. ഇപ്പോൾ നമ്മൾ ദുബായി പോയാലും ബഹ്റിൻ പോയാലും എവിടെ പോയാലും നമ്മുടെ എമിറേറ്റ്സിലെ ഒരു കുട്ടി ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഞങ്ങൾ വലിയൊരു ഹാർഡ് വർക്ക് അതിൻ്റെ പിന്നിലുണ്ട്. കാരണം നാട്ടിലെ ഓരോ കോളേജിലെ ഒരു MD-മാരും എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ നിന്ന് ദുബൈയിലോ മറ്റേതെങ്കിലും രാജ്യത്ത് പോയിട്ട് ഒരു ബാഗും പിടിച്ച് പ്രോസ്പെക്ടസും കൊണ്ട് ഓരോ ഹോട്ടലുകൾ കയറി ഇറങ്ങി അവർ HR-നെ കാണാൻ വലിയ പാടാണ്. സെക്യൂരിറ്റി കടത്തി വിടത്തില്ല. അപ്പോൾ നമ്മൾ ഓരോ റെഫറൻസ് വെച്ച് HR-നെ മീറ്റ് ചെയ്ത് അവരോട് എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ ഒരു കുട്ടിയെങ്കിലും പ്ലേസ് ചെയ്യണമെന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ
കഷ്ടപ്പെട്ടാണ് നമ്മൾ കുട്ടികളെ ഈ പ്ലേസ്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത്. 600-ലധികം കുട്ടികളെ ഇപ്പോ ഈ ഒരു ഫീൽഡിൽ അതെ ഒരു വിജയം കൈവരിച്ച് അവരെ അതെ ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതെ അപ്പോൾ എങ്ങനെ വന്നാലും ഒരു അലൂമിനി എന്ന് പറയുന്നത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശക്തമായിരിക്കും. അതെ അതെ നമ്മളുടെ ക്യാമ്പസിലെ ആ ഒരു അലൂമിനി ഏത് രീതിയിലാണ്? അത് ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം ദുബായിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു കുട്ടികൾക്ക് ഒരു പ്രശ്നം വന്നാൽ അവിടെ അടുത്തടുത്ത പ്രോപ്പർട്ടികളിൽ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം 4 വർഷം 3 വർഷം 2 വർഷം 1 വർഷം കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമുക്ക് പ്രത്യേക ഗ്രൂപ്പുകളുണ്ടാവും അലൂമിനീസിൻ്റെ. ഇവരുടെ അപ്ഡേഷൻസ് നമുക്ക് ആ ഗ്രൂപ്പിലൂടെ തരാറുണ്ട്. നമ്മൾ ഒരു ഇയർലി നമ്മൾ ഒരു വട്ടമെങ്കിലും ഇവരെ എല്ലാവരും ഒരു ഗെറ്റ് ടുഗദർ ദുബൈയിലൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിലൂടെ കൂടുതൽ ഞങ്ങൾക്ക് പറ്റുന്ന ഒരു നെഗറ്റീവ്സ് വശങ്ങളെക്കുറിച്ച് പറയാം. ഞങ്ങൾ ഫോട്ടോസ് കൂടുതൽ അങ്ങനെ എടുക്കാറില്ല. ഇപ്പോൾ ഒരു പ്രോഗ്രാം നടന്നാലും എടുത്താലും അത് വലിയൊരു വീഡിയോ സെറ്റപ്പ് ആക്കുകയോ ഞങ്ങൾക്ക് അങ്ങനെ വലിയൊരു മാർക്കറ്റിംഗ് ടീമായിട്ട് ഇങ്ങനെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് ഇത് ചെയ്യുക അങ്ങനെയില്ല. ഞങ്ങളുടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസ് വഴിയുള്ള സ്റ്റുഡൻസിനാണ്. പക്ഷേ ഇനി നമ്മൾ മാറി ചിന്തിക്കുക എന്നതിനെക്കുറിച്ചാണ് ഞങ്ങളിപ്പം ടീം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള നല്ല ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു വലിയ രീതിയിലൊക്കെ ഒരു വലിയൊരു ക്യാമ്പസ് എന്നുള്ള രീതിയിലേക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിന് കുറേ അധികം വസ്തുക്കൾ വേണ്ടി വരും. ഒരു 5 ഏക്കറോളം വേണ്ടി വരും. എന്നിട്ട് കേരളത്തിൽ നിന്ന് തന്നെ നല്ലൊരു യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിലൂടെ ഒരുപാട് ഈ 600 എന്ന് പറയുന്നിടത്ത് 6000 കുട്ടികളെ ഇറങ്ങുന്ന രീതിയിലുള്ള വലിയ ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ തന്നെ വലിയൊരു സിറ്റി സെറ്റ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്? എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സിസ്റ്ററും ബ്രദർ ഇൻ ലോയും കൂടിയാണ് ഞങ്ങളിത് കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ എൻ്റെ ഒരു അപ്ഡേഷൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 4 കൊല്ലം കൊണ്ട് ചെറിയ രീതിയിൽ വളർന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ചിലർ വിചാരിക്കും കുറേ നാൾ പോയിട്ട് കാശുണ്ടാക്കി നമുക്ക് സേഫ് ചെയ്യാം എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണലി സേഫ് ആകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി പോകുന്ന ആളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനല്ല. പേഴ്സണലി ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്തുകൊണ്ട് അടിച്ചു പൊളിച്ച് നടക്കുക എന്നതിനപ്പുറം ഈ കമ്പനിയെ വലിയ രീതിയിൽ ഓക്കെ ആക്കി എടുക്കുക. അപ്പം വലിയ രീതിയിൽ ഓക്കെ ആക്കി എടുക്കണമെങ്കിൽ ഒരുപാട് കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യുന്ന പറ്റുന്ന രീതിയിലുള്ള വലിയൊരു സ്ഥാപനം വേണം. അപ്പം ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഒരു സ്കിൽ കോഴ്സുകൾ മാത്രം കൊണ്ടുപോകുന്ന ഒരു ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആക്കി എടുക്കുക എന്നതാണ് ഞങ്ങളുടെ നിലവിലെ ലക്ഷ്യം. ഇത് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് മാത്രം കഴിയില്ല. പക്ഷേ എനിക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, അതിനുള്ള ഐഡിയാസ് ഉണ്ട്, അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഈ ഒരു 4 കൊല്ലം കൊണ്ട് 250 സ്ക്വയർ ഫീറ്റിൽ നിന്ന് ഞങ്ങളൊരു 12,000 സ്ക്വയർ ഫീറ്റിൽ ലോൺ എടുക്കാതെ മറ്റൊരു പാർട്ട്നേഴ്സിനെ കൂട്ടാതെ വലിയ രീതിയിൽ ചെയ്തുവെങ്കിൽ ഇതെനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് നല്ലവരായിട്ടുള്ള ഈ മേഖല അല്ലെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകളുടെ ഉണ്ടെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യാൻ അങ്ങനെ ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. 1000-ഓളം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ അത് നടത്തിക്കൊണ്ടു പോവുക എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങളെ തരണം ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു വെല്ലുവിളികൾ ഈ ലൈഫിൽ ഇത്രയും നാളത്തിനിടയിൽ ആ ഒരു വെല്ലുവിളികൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും ഒരുപാട് ചലഞ്ചസ് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ ഉള്ളൊരു പരിപാടി ഇത്. അപ്പോൾ എന്ന് വെച്ചാൽ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ അടുത്ത് പഠിക്കുന്നത്. അപ്പോൾ അവരുടെ തന്നെ ഒരുപാട് പ്രോബ്ലംസുകൾ വരാറുണ്ട്. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, പിള്ളേർ പുറത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അപ്പം അത് തന്നെ പരിഹരിക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. അത് ടീച്ചേഴ്സിനെ സംബന്ധിച്ച് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഇവരെ ഒന്ന് ലെവൽ ചെയ്ത് കൊണ്ടുവരിക എന്നത്. അപ്പം അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അത് പക്ഷേ ഓക്കെ ആവും, നമ്മുടെ കൺട്രോളിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ കൺട്രോളിനപ്പുറം വരുന്ന ഫേക്ക് ആളുകളുടെ ഇത് വരാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ പോസ്റ്ററുകളുടെ അടിയിൽ വീഡിയോസ്, ഇപ്പോൾ ഈ ഇടുന്ന വീഡിയോയ്ക്ക് അടിയിൽ പോലും നെഗറ്റീവ്സ് കമൻറ്റ്സ് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് വെച്ചാൽ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ മോശക്കാരാക്കുക എന്ന രീതിയിലുള്ള അതൊരു വലിയൊരു മോശപ്പെട്ട പരിപാടിയായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു സ്ഥാപനത്തിനെതിരെയോ അല്ലെ മറ്റ് സ്ഥാപനം നമ്മൾ കാരണം മറ്റ് സ്ഥാപനം നാശത്തിലേക്ക് പോകരുതെന്ന് നമ്മൾ ഒരിക്കലും ഇതാക്കിയിട്ടില്ല. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോളേജിലേക്ക് വരുന്ന പ്ലേസ്മെൻറ്റുകൾ
ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റുമാണ് ഞങ്ങൾ മെയിനായിട്ട് കൊടുക്കുന്നത്. IV എന്ന് പറയുന്നത് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അതെന്ന് വെച്ചാൽ അവർക്ക് ഇതെന്താണ് ഈ ലോകമെന്ന്, ഇൻഡസ്ട്രി എന്താണെന്ന് കാണിക്കാൻ വേണ്ടി പുറം രാജ്യത്തേക്ക് ഫ്രീ ആയിട്ട് ദുബായിൽ, മലേഷ്യയിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് വരുന്നതാണ്. പക്ഷേ ഇതിനപ്പുറം 1.5 വർഷത്തെ ഈ കുട്ടിയുടെ സ്റ്റഡിക്കപ്പുറം ഇവരെ ഞങ്ങൾ ഇന്റേൺഷിപ്പിനായിട്ട് ബഹ്റിൻ അല്ലെങ്കിൽ ദുബൈയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒമാനിലേക്ക് വിടാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള രാജ്യത്തേക്ക് ഞങ്ങളുടെ കുട്ടികൾ കൂടാതെ കേരളത്തിൽ അറിയപ്പെടുന്ന, അങ്ങനെ ആ കോളേജിന്റെ പേര് പറയുന്നത് മോശമാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന കോളേജുകളിലെ സ്റ്റുഡൻസിനെ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗമാക്കിക്കൊണ്ട് വിടാറുണ്ട്. അപ്പം ഞങ്ങൾ കൂടുതൽ ഹെൽപ്പുകളെ മറ്റുള്ള കോളേജുകൾക്ക് ചെയ്യാറുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊരു ബിസിനസ് ആയിരിക്കാം. മറ്റുള്ള ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്ന പരിപാടികളാണല്ലോ ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്യുക, അങ്ങനെ ഒക്കെയുള്ള കാര്യം. അതാണ് ഒരു മോശമായിട്ട് തോന്നിയിട്ടുള്ളത്. നെഗറ്റീവ് കമൻറ്റുകൾ നമ്മുടെ ഇതിന് റിവ്യൂസിനകത്ത് പോലും പലരും വന്ന് എന്ന് വെച്ചാൽ 1-2 കാണത്തുള്ളൂ. പക്ഷെ നമ്മുടെ റിവ്യൂസ് എടുത്താൽ അറിയാം ഒരുപാട്. ഇപ്പം നമുക്ക് വരുന്ന കുട്ടികളിൽ അഡ്മിഷൻ എടുക്കുന്നവരിൽ ഭൂരിഭാഗം പേര് നമ്മുടെ വെബ്സൈറ്റിലൂടെയും നമ്മുടെ റിവ്യൂസിൽ അത് കണ്ടിട്ടാണ് വരുന്നത്. ഹോട്ടൽ മാനേജ്മെന്റ്, മറൈൻ ഹോസ്പിറ്റാലിറ്റി, അങ്ങനെ നിരവധി കോഴ്സുകളാണ് നമ്മുടെ എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇനിയും സ്ഥാപനത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ വരട്ടെ എന്ന് എല്ലാ വിധത്തിലും ഞങ്ങൾ ആശംസിക്കുക. താങ്ക് യു സോ മച്ച്.